നോർത്ത് ഗോവയിലെ കാൻഡോലിം ബീച്ചിനടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഗോവയ്ക്ക് പോകുന്ന സമയത്ത് പലർക്കായുള്ള ഒരു സംശയമാണ് നല്ല ഫുഡ് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഗോവ പോയിട്ട് പല റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറി കഴിച്ച് വയറ്റിന് പണി കിട്ടുന്ന ഏർപ്പാടൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇത്തവണ നടത്തിയ ഗോവ ട്രിപ്പിലും നമ്മൾ മെയിനായിട്ട് അന്വേഷിച്ച് നടന്നൊരു കാര്യം നല്ല ഫുഡ് എവിടെ കിട്ടുന്നത് തന്നെയായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അവസാനം വന്ന് പെട്ട ഒരു റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്ന കാർഡമം കേരള റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഫുഡും തന്നെ നല്ല കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഫുഡാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളീയർ എവിടെ പോയാലും നമുക്ക് ചില ഡിഷസൊക്കെ കേരള സ്റ്റൈലിൽ തന്നെ വേണമല്ലോ. അപ്പോൾ ചട്ടിച്ചോറാണെങ്കിലും ശരി, വേറെ പല വിധത്തിലുള്ള ഫുഡുകളും നമുക്കിവിടെ അതേ രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഗോവൻ താലി പോലെ ഭയങ്കര ഒത്തൻറ്റിക്കായിട്ട് ഗോവയിലെ തന്നെ ഒത്തൻറ്റിക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി പാർക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കളിക്കാനുള്ള ചെറിയൊരു ടേബിൾ ടെന്നീസിൻ്റെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. അതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോളി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മൂഡാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും മുഖത്തും ഡ്രസ്സിലും ഒക്കെ ഇതുപോലെ കളറൊക്കെ പറ്റിയിരിക്കുന്നത് കാണുന്നത്. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് തന്നെയാണ്. പൊതുവേ നമ്മൾ ഗോവയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന സമയത്ത് മറ്റ് പല റെസ്റ്റോറൻറ്റുകളെക്കാട്ടിലും ഡീസൻറ്റ് റേറ്റിലൊക്കെയാണ് ഇവിടെ ഫുഡിന് അവർ ഈടാക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും അത് സെർവ് ചെയ്യുന്നതും ഒക്കെ തന്നെ. പിന്നെ നിങ്ങളിനി ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് വരുവാണെങ്കിലോ ഇനി കപ്പിൾസായിട്ട് വരുവാണെങ്കിലോ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ വന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടോ. കാരണം കൂടുതൽ പേരും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. കുറേ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും അതുപോലെ കർണാടകയിൽ നിന്ന് വന്നവരൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല കേട്ടോ, ഇനി ഫോറിനേഴ്സും ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കൂടുതലും നമ്മുടെ കേരള ശൈലിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ അതൊക്കെ തന്നെ ട്രൈ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഞാനേതായാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ ഒരു ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗോവ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിലോ ഇനിയിപ്പോൾ കപ്പിൾസായിട്ടോ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള അത്ര റേറ്റൊക്കെ ആവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ. കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും എല്ലാവരും എത്ര ഹാപ്പി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. ഇതൊന്നും നമുക്കൊരിക്കലും പേജ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാവരും ഭയങ്കര ജെന്യൂനായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ ഗോവ പോയ സമയത്ത് ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ആ ഒരു എപ്പിസോഡിൻ്റെ താഴെയായിട്ട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് നല്ല വിലക്കുറവിലായിട്ട് എവിടെയൊക്കെ റൂം കിട്ടും, അതുപോലെ വിലക്കുറവിൽ ഭക്ഷണങ്ങളൊക്കെ എവിടെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോന് വന്ന കമൻസിൻ്റെ ബേസിലാണ് സത്യം പറഞ്ഞാൽ ഈ ഗോവ ട്രിപ്പിൽ ഇങ്ങനൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത് ഒരു മലയാളി ചേട്ടൻ തന്നെയാണ്. പുള്ളിയുടെ നമ്പർ ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇവിടെ പോപ്പപ്പ് ആവുന്ന പോലെ ഇട്ടേക്കാം. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂംസ് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും ഗോവ പോകുന്ന സമയത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിലായിട്ട് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.